ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഏപ്രിൽ മാസത്തെ 24-ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ മാസം ദൈവം അനുഗ്രഹിച്ച് നമുക്ക് 24-ാമത്തെ ദിവസം കാണുവാൻ ഇടയായി. ഈ വർഷത്തിൽ നാം ഇന്ന് 114-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതായത് ജനുവരി 1 മുതൽ ഇന്നേ വരെയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 114-ാമത്തെ ദിവസം ആണ് ഇന്ന്. ഉയർപ്പിന് ശേഷം വരുന്ന 20-ാമത്തെ ദിവസവുമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇന്ന് 485-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം കർഷകൻ്റെ സുവിശേഷം. കർഷകൻ്റെ സുവിശേഷം. നാം സമവീക്ഷണ സുവിശേഷത്തിലും യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ഉപമകളിലൂടെയാണ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക ഭാഷയിൽ അവർ ചെയ്തുകൊണ്ടിരുന്നതായ പ്രവൃത്തിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് എടുത്തു പറഞ്ഞത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഞാൻ അതിൽ വളരെ ആകർഷ്ടനായതുകൊണ്ടാണ് ഇന്ന് കർഷകൻ്റെ സുവിശേഷം എന്ന ധ്യാന വിഷയം ഏറ്റെടുക്കുവാൻ ഉണ്ടായ കാരണം. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ കർഷകരുടെ വിത്തും വയലും വിളവെടുപ്പുമാണ് അവൻ തിരഞ്ഞെടുത്തത്. അതായത് കർത്താവായ യേശു ക്രിസ്തു. തന്നെ കേൾക്കുന്ന ഗ്രാമീണരായ സാധാരണക്കാരോട് യേശു ക്രിസ്തു മൊഴിഞ്ഞ മൃദു വചനങ്ങൾക്ക് മണ്ണിൻ്റെ മണമുണ്ടായിരുന്നു എന്നതിൽ അത്ഭുതപ്പെടാനില്ല. കൃഷിയും കൃഷിഭൂമിയും കർഷകനും ഇല്ലാത്ത സുവിശേഷം നിർജീവമത്രയെന്ന് നാം ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമാക്കി എന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു. മനുഷ്യൻ കാർഷിക വൃത്തിയിൽ കൂടി ഉപജീവനം കഴിക്കുന്ന അവസ്ഥയാണ് ദൈവം ആദിയിൽ തന്നെ വിഭാവനം ചെയ്തത്. മനുഷ്യനും സ്ത്രീയും ലതാദികളെ നട്ടുവളർത്തുകയും അവയെ ശുശ്രൂഷിക്കുകയും നിരകൾക്കിടയിൽ കൂടി ഉലാത്തിക്കൊണ്ട് യഹോവയ്ക്ക് സ്തുതിഗാനങ്ങൾ പാടുകയും ചെയ്തു. ഈറന്മാർ അവരെ ആശ്ചര്യത്തോടും അത്ഭുതത്തോടെയും അല്പം അസൂയയോടെയും നോക്കിക്കൊണ്ടിരുന്നു. മണ്ണിൻ്റെ ഉയർച്ചയിൽ അവർക്ക് വിസ്മയവും തോന്നി. സൃഷ്ടിയുടെ 3-ാം നാളിൽ ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും അതത് തരം വിത്തുള്ള ഫലവൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് അവൻ കണ്ടു. എല്ലാ സമ്പത്തും സസ്യസമ്പത്തും ദൈവം മനുഷ്യനെ തന്നെയാണ് ഏൽപ്പിച്ചത്. അവയെ അടക്കി വാഴുവാനുള്ള അധികാരവും അവന് തന്നെ കൊടുത്തു. മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷവും അവനെ ഏൽപ്പിച്ച ജോലി കാർഷിക വൃത്തി തന്നെയായിരുന്നു. അവനെ എടുത്തിരിക്കുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യൻ ഭൂമിയിൽ പെരുകി കുടുംബമായും സമൂഹമായും ഗോത്രങ്ങളായും വളർന്നപ്പോൾ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ദൈവം അവന് കൊടുത്തതായി ആദ്യ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിവിധ കൃഷിപ്പണികളെ പറ്റിയും കാർഷിക ഉപകരണങ്ങളെ പറ്റിയും വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് കാണാം. നിലം ഉഴുന്നതും ഒരുക്കുന്നതും വിതയ്ക്കുന്നതും വളമിടുന്നതും നനയ്ക്കുന്നതും കളപറിക്കുന്നതും കൊയ്ത്തും മെതിയും എല്ലാ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാഫ്റ്റിങ്ങും കൊമ്പുകൾ കോതി പെറുക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു. വീണ്ടെടുപ്പുകാരനും മണവാളനുമായ ബോവാസിന്റെ വയലിൽ കാലാപിറക്കുന്ന രൂത്തിനെ തൻ്റെ മണവാട്ടിയായി അവൻ കൊള്ളുമ്പോൾ ക്രിസ്തുവും സഭയുമായുള്ള ശാശ്വത ബന്ധം മനോഹരമായ ഒരു ചിത്രീകരണമായി
തീരുന്നതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. വൃക്ഷങ്ങളെയും സസ്യലതാദികളെയും കാർഷിക വേരുകളെയും പ്രതീകാത്മകമായി വിവരിക്കുന്ന പല ഭാഗങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവേഷ്ടം ചെയ്യുന്ന മനുഷ്യന് വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നതായി 1-ാം സങ്കീർത്തനത്തിൽ കാണുന്നു. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് സങ്കീർത്തനം 1:1 എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ ഉപമകളും പ്രബോധനങ്ങളും പലപ്പോഴും മരങ്ങളെയും ഫല മൂലാദികളെയും കൃഷിപ്പണികളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. മരങ്ങളെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോഴെല്ലാം സൽഫലം കായ്ക്കുന്ന, മറ്റുള്ളവർക്ക് തണലേകുന്ന ഒരു ജീവിത ശൈലിയുടെ ഉടമകളാകാനുള്ള ദിവ്യ സന്ദേശമാണ് ദൈവം നൽകുന്നത്. മനുഷ്യർക്ക് ഉപകാരപ്രദമായ വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും നല്ലവയായി കൃഷിക്കാരൻ പരിഗണിക്കുന്നത് പോലെ നമ്മുടെ ഇഹലോക ജീവിതം സമസൃഷ്ടിക്ക് ഉപകാരപ്രദവും ഫലപ്രദവുമാകുന്നത് നാം അവർക്ക് വേണ്ടി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴാണ് എന്ന് നമുക്ക് മനസ്സിലാകും. മനുഷ്യരുമായും ദൈവവുമായും പ്രകൃതിയുമായും മറ്റ് ജീവജാലങ്ങളുമായും പുലർത്തേണ്ട അഭേദ്യമായ ബന്ധങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിളിച്ച് ഓതുന്നുണ്ട്. കാർഷിക വൃത്തിയിലെ പല പ്രായോഗികമായ കാര്യങ്ങളും സുവിശേഷ പ്രഖ്യാപനത്തിന് ഉപകരിക്കുന്നവയാണ് എന്നും നമുക്ക് ഏവർക്കും അറിയാം. യേശുക്രിസ്തുവിൻ്റെ നസറേത്തിലെ കുടുംബാംഗങ്ങൾ മരപ്പണി കുല തൊഴിലായി സ്വീകരിച്ച് ഉപജീവനം കഴിച്ചിരുന്നു. എങ്കിലും സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ കർഷകരുടെ വിത്തും വയലും വിളവെടുപ്പും ആണ് അവൻ തിരഞ്ഞെടുത്തത്. ഇസ്രായേലിനെ മുന്തിരിവള്ളിയോട് ഉപമിച്ചിരിക്കുന്ന ധാരാളം ഭാഗങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാവുന്നതാണ്. ക്രിസ്തുവിനെ സത്യ മുന്തിരിവള്ളിയായും വിശ്വാസികളെ അതിൻ്റെ ചില്ലകളായും ഉപമിച്ചിരിക്കുന്നു. പർദീസ എന്ന വാക്ക് തന്നെ പർദേശ് എന്ന എബ്രായ പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അർത്ഥം വൃക്ഷങ്ങളുടെ തോട്ടമെന്ന് ആണ്. ഇവിടെ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ പോലെ വിശ്വാസികളുടെ സഭയിൽ സ്വർഗീയ അനുഭവങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നുവെന്നും നമുക്ക് ഏവർക്കും അറിയാം. മനുഷ്യജീവിതത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് നാം അധിവസിക്കുന്ന ഭൂമിയെ ജാഗ്രതയോടെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. കൃഷിഭൂമികൾ ഇല്ലാതെ പോയാൽ അത് ആത്യന്തികമായി മനുഷ്യ സംസ്കാരത്തിൻ്റെ നാശം തന്നെ ആയിരിക്കും. പരിസ്ഥിതി നീതി നടപ്പാകാതെ സാമൂഹ്യ നീതി കൈവരിക്കുക സാധ്യമാണ്. ക്രിസ്തുവിൽ കൂടി ലോകം ഒരു പരിവർത്തനത്തിന് വിധേയമായി വിമോചിക്കപ്പെടുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഈ സത്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്. സൃഷ്ടി അതിൻ്റെ പുതുക്കത്തിനും വിടുതലിനുമായി കാത്തിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. സർവസൃഷ്ടിക്കും ലഭിച്ച ശാപമോക്ഷവും പ്രകൃതിയും കാക്ഷിക്കുന്നു. മനുഷ്യന് മാത്രമായി രക്ഷ സമ്പാദിക്കുവാൻ സാധ്യമല്ല തന്നെ. ദൈവവചനത്തിൻ്റെ വിതവയലും വിളവും വിളവെടുപ്പും വിവരിക്കുന്ന വിതക്കാരൻ്റെയും ഉപമയും കടുകുമണിയുടെ ഉപമയും എന്നുവേണ്ട സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ വേണ്ടി യേശു പറഞ്ഞ ഉപമകളെല്ലാം കർഷകന്റെ സുവിശേഷം തന്നെയെന്ന് നമുക്ക് ഏവർക്കും അറിയാം. തന്നെ കേൾക്കുന്ന ഗ്രാമീണരായ സാധാരണക്കാരോട് യേശു ക്രിസ്തു മൊഴിഞ്ഞ മൃദുവചനങ്ങൾക്ക് മണ്ണിൻ്റെ മണമുണ്ടായിരുന്നുവെന്നതിൽ അത്ഭുതപ്പെടാനില്ല. കൃഷിയും കൃഷിഭൂമിയും കർഷകനും ഇല്ലാത്ത സുവിശേഷം നിർജീവമത്രേ. ഇതൊക്കെയും നാം മനസ്സിലാക്കിക്കൊണ്ട് നാം സമകാലീന ജീവിതം ഇപ്പോൾ നടക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എത്ര കാലം നമുക്ക് ഓരോരുത്തർക്കും അന്നദാനം കഴിക്കുവാൻ സാധിക്കും എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ആയതിനാൽ നാം ഓരോരുത്തരും ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അങ്ങനെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവൻ നമുക്ക് ഒരു വഴി കാട്ടിത്തരും. ദൈവം അതിനായി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.